കൊച്ചി നഗരം നാളുകളായി അനുഭവിക്കുന്ന മാലിന്യ പ്രശ്നത്തിന്റെ പരിഹാരമാവുകയാണ്. ബ്രഹ്മപുരം കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റിന്റെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ബ്രഹ്മപുരത്ത് കൊച്ചി കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം കമ്പനി ലിമിറ്റഡിന് കൈമാറിയ 10 ഏക്കറിലാണ് പ്ലാന്റ്. ബ്രഹ്മപുരം ഇനി പഴയ ബ്രഹ്മപുരമല്ല. പ്രതിദിനം 150 ടൺ ഖരമാലിന്യം സംസ്കരിക്കാൻ ശേഷിയുള്ള ഒരു പ്ലാന്റായി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് മാറിയിരിക്കുകയാണ്. ഭാവിയിൽ 200 ടൺ മാലിന്യം സംസ്കരിക്കാനുള്ള ശേഷിയിലേക്ക് വർദ്ധിപ്പിക്കാനും സാധിക്കുമെന്നുള്ളതാണ് പുതിയ ബ്രഹ്മപുരം പ്ലാന്റിന്റെ പ്രത്യേകത. ബ്രഹ്മപുരത്തെ മാലിന്യ സംസ്കരണ പ്രക്രിയയുടെ തുടക്കം ഈ പ്രീ ട്രീറ്റ്മെന്റ് യൂണിറ്റിലാണ്. കൊച്ചി കോർപ്പറേഷനിലെ എല്ലാ ഡിവിഷനുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം ലോറിയിൽ ഇവിടെ എത്തിച്ച് ഇവിടെയുള്ള ഒരു കുഴിയിലേക്ക് നിക്ഷേപിക്കുന്നു. ആ കുഴിയിൽ നിന്ന് പ്രത്യേകമായ വഴികളിലൂടെ എത്തുകയും അവിടെ 8 തൊഴിലാളികൾ നിന്നുകൊണ്ട് പ്ലാസ്റ്റിക് വേർതിരിച്ചെടുക്കുകയും ചെയ്യും. ഈ പ്ലാസ്റ്റിക് പിന്നീട് കൊച്ചി കോർപ്പറേഷന് കൈമാറും. മറ്റുള്ള മാലിന്യം അത് മറ്റൊരു ഘട്ടത്തിൽ എത്തി പേസ്റ്റ് രൂപത്തിലാക്കി ഈ ഡൈജസ്റ്റേഴ്സിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. We are standing in our first CBG plant in the country for Bharat Petroleum, where the entire municipal waste of Kochi is getting converted to organic manure and gas, which is going to be fed to Kochi refinery. So, getting municipal waste converted to gas is the first of its kind in the country, and we are happy to share that BPC's that along with Government of Kerala and Municipal Corporation of Kochi. എനിക്ക് പിന്നിൽ കാണുന്നതാണ് ഈ മാലിന്യ സംസ്കരണത്തിന്റെ നിർണായക ഘട്ടമായ ഡൈജസ്റ്റേഴ്സ്. 2 ഡൈജസ്റ്റേഴ്സ് ആണ് ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും 2 മെഷീനറികൾ വീതമാണ് ഉള്ളത്. അതായത് ഒന്നിടവിട്ട ദിവസങ്ങളിലാകും ഇത് രണ്ടും ഉപയോഗിക്കുക. ഈ മാലിന്യം ഈ ഡൈജസ്റ്റേഴ്സിലേക്ക് എത്തുകയും അവിടെ പ്രത്യേക താപനിലയിൽ ക്രമീകരിച്ച് അതിൽ നിന്ന് ബയോഗ്യാസ് ഉണ്ടാക്കുകയും പിന്നീട് ഈ മുകളിൽ കാണുന്ന ആ പച്ച ബലൂൺ പോലുള്ള സ്ഥലത്തേക്ക് ഈ ഗ്യാസ് എത്തുകയും ചെയ്യും. ഈ ഗ്യാസ് റിഫൈനറിയിലേക്ക്, അതായത് BPCL ആണ് ഈ പ്ലാന്റ് ഈ രീതിയിൽ നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. BPCLന്റെ റിഫൈനറിയിലേക്ക് പ്രത്യേക മാർഗത്തിലൂടെ അത് കൊണ്ടുപോവുകയും ചെയ്യും. ബാക്കി വരുന്ന സ്ലറി അത് വളമായി കർഷകരിലേക്ക് എത്തിക്കാനുമാണ് ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത്. BPCL നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ തന്നെ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് ആണ് ബ്രഹ്മപുരത്തേത്. 10 ഏക്കറിലായാണ് ബ്രഹ്മപുരം പ്ലാന്റ് വ്യാപിച്ചു കിടക്കുന്നത്. ഇതിൽ 7 ഏക്കറിൽ പ്ലാന്റും 3 ഏക്കറിൽ ഗ്രീൻ ബെൽറ്റ് ഏരിയയുമാണ്. 26 ഇടത്താണ് ഇനിയും ഇതുപോലെ തന്നെയുള്ള പ്ലാന്റുകൾ നിർമ്മിക്കാൻ BPCL കരാർ ഒപ്പിട്ടിരിക്കുന്നത്. അതിൽ കേരളത്തിൽ തന്നെ കൊല്ലം, കോഴിക്കോട്, തിരുവനന്തപുരത്ത് എന്നിവിടങ്ങളിലും ഈ ബ്രഹ്മപുരം പ്ലാന്റിന്റെ മാതൃകയിൽ തന്നെ പുതിയ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റുകൾ വരികയും ചെയ്യും. ക്യാമറാമാൻ അക്ഷയ് VS-നൊപ്പം സൈഫുന്നിസാലിയ, ന്യൂസ് മലയാളം, കൊച്ചി.